വാഹനാപകടത്തിൽ മരണപ്പെട്ടതിന് ശേഷമായിരുന്നു നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയെ കൂടുതലും ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നത്. ജീവിച്ചിരുന്നപ്പോൾ തനിക്ക് കിട്ടാത്ത സ്നേഹവും അംഗീകാരങ്ങളും ഒക്കെ മരണത്തിന് ശേഷം സുധിക്ക് ലഭിച്ചു എന്ന് പറയുവാൻ കഴിയും. അതുപോലെ തന്നെ സുധിയുടെ ഭാര്യയായ രേണു സുധി പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ. ഭർത്താവ് മരിച്ചതിന് ശേഷം അഭിനയം പ്രൊഫഷനാക്കിയതാണ് രേണു വിമർശിക്കപ്പെടാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്. ആൽബങ്ങളിലും കവർ സോങ്ങുകളിലുമൊക്കെയാണ് താരം കൂടുതലും അഭിനയിക്കാറുള്ളത്. ബോഡി ഷെയ്മിങ്ങും അധിക്ഷേപങ്ങളുമാണ് രേണുവിന് ഇപ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ നേരിടേണ്ടി വരുന്നതും. മാസങ്ങളായി തുടരുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് താരം. ഇത്രയധികം വിമർശിക്കപ്പെടാൻ രേണു എന്ത് കുറ്റം ചെയ്തു എന്ന് ചോദിച്ചാൽ അതിന് യാതൊരുവിധ ഉത്തരവുമില്ല എന്ന് പറയാൻ കഴിയും. ഈ വിഷയത്തിൽ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ പ്രിയ ഷൈൻ രേണുവിനെ കുറിച്ച് എഴുതിയ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൂടുതലും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മിമിക്രി ആർട്ടിസ്റ്റും സീനിയർ ആർട്ടിസ്റ്റുമായ അനുഗ്രഹീത കലാകാരനായ സുധിയുടെ വിയോഗത്തിന് ശേഷം തന്റെ ജീവിതകാലത്തെ കലയുടെ മേഖലയിലേക്ക് തിരിച്ചുവിട്ട് ഉപജീവനമാർഗം കണ്ടെത്തുന്ന സുധിയുടെ ഭാര്യയായ രേണു സുധി ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലും അതോടൊപ്പം പ്രേക്ഷകർ ആ പെൺകുട്ടിയെ ആക്ഷേപവും പരിഹാസം അവഹേളനം കൊണ്ട് നിറയ്ക്കുകയാണ്. സുധി എന്ന കലാകാരന്റെ ദാരിദ്ര്യ അവസ്ഥയിൽ സുധിയുടെ ജീവിത പങ്കാളിയായി എത്തിയ ആ പെൺകുട്ടി സുധിയുടെ ആദ്യ ഭാര്യയിലുള്ള കിച്ചു എന്ന കുട്ടിയെ സ്വന്തം മകനായി കണ്ട് വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഒരു ഉത്തമ കുടുംബിനിയായി സുധിക്ക് താങ്ങും തണലുമായി നിന്ന സമയങ്ങളിൽ ഈ പെൺകുട്ടി ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മീഡിയക്കാരോ പ്രേക്ഷകരോ പൊതുസമൂഹമോ ആരും കണ്ടറിഞ്ഞില്ല എന്നും പ്രിയ പറയുകയുണ്ടായി. കാരണം സ്ത്രീ എന്നും ശബ്ദമില്ലാത്തവളായി അടുക്കളയുടെ പിന്നാമ്പുറങ്ങളിൽ ശിഷ്ടകാലം ജീവിച്ച് തീർക്കണം എന്നതാണല്ലോ അലിഖിത നിയമമെന്നും പ്രിയ ചൂണ്ടിക്കാണിച്ചു. സ്റ്റേജ് ഷോകളിൽ തന്റെ പൊന്നുമകനെ സ്റ്റേജിന് പിറകിൽ നിലത്ത് തുടി വിരിച്ച് കിടത്തി ഉറക്കിയതിനു ശേഷം സ്റ്റേജിൽ കയറിയിരുന്ന സുധി എന്ന കലാകാരന്റെ ദയനീയ അവസ്ഥയും പ്രസ്തുത ആരും അറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തൻ്റെ പൊന്നുമകന് ഒരു അമ്മയെ കിട്ടിയപ്പോൾ ആ അമ്മയുടെ കൈകളിൽ മകനെ ഏൽപ്പിച്ച് ആശ്വാസത്തോടെ സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്ക് പോയ സുധിയുടെ മാനസികാവസ്ഥയും ഈ പൊതുസമൂഹം ആരും കണ്ടിട്ടില്ല. തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം തൻ്റെ പാഷനായിരുന്ന അഭിനയത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇറങ്ങി തൻ്റെ മക്കൾക്ക് തണലേകുന്ന രേണുവിനെ പരസ്യ ആക്ഷേപങ്ങൾ നടത്തുന്നവർ എലിസബത്ത് ഉദയൻ മുതൽ ഹേമ കമ്മിറ്റിയുടെ ഭാഗാഭാഗങ്ങളായ സ്ത്രീജനങ്ങളുടെ പ്രതിരോധങ്ങളും വിഷമങ്ങളും ആരും കണ്ടറിഞ്ഞ് അവർക്ക് ആശ്വാസം പകരാൻ ശ്രമിച്ചിരുന്നുമില്ല എന്ന് പ്രിയ പറഞ്ഞു. സ്ത്രീയായ രേണുവിനെ കണ്ടാൽ ട്രാൻസ്ജെൻഡറിനെ പോലെയുണ്ട് എന്ന് പരിഹാസ രൂപേണ ഒരു നിമിഷം അവർ പറയുന്നുണ്ട്. റിപ്പീറ്റ്. സ്വന്തം ഭർത്താവിൻ്റെ മരണം അവർക്ക് അദ്ദേഹത്തിൻ്റെ സാമീപ്യമാകുവാൻ ആഗ്രഹിച്ചത് സാധ്യമാക്കിയതിൽ എന്താണ് തെറ്റുള്ളത്? പരപുരുഷന്റെ ശരീരഗന്ധമല്ലല്ലോ സ്വന്തം ഭർത്താവിൻ്റെ ഗന്ധമല്ലേ അവർ അവരുടെ സാമീപ്യമാക്കിയതെന്നും പ്രിയ ചോദിച്ചു. രേണുവിൻ്റെ ശാരീരിക ഭംഗിയെ കളിയാക്കുന്നവരോട് ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, എന്താണ് അവർക്കുള്ള യഥാർത്ഥ കുറവ്? സൗന്ദര്യം എന്നത് ഓരോരുത്തരുടെയും മനസ്സിനാണ് ശരിക്കും വേണ്ടതും. ബാഹ്യ സൗന്ദര്യം എന്നത് ഓരോരുത്തരുടെയും കണ്ണുകൊണ്ട് കാണുന്നതില്ലല്ലോ എന്നും ചോദിക്കുകയുണ്ടായി. രേണു സുധിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നും ചിലർ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു സീനൊന്ന് അഭിനയിച്ച് കാണിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പ്രിയ ചോദിക്കുകയുണ്ടായി. അഭിനയം യഥാർത്ഥത്തിൽ അഭിനയമാണല്ലോ, അല്ലാതെ ജീവിതമല്ലല്ലോ. രേണു സുധി ഒരു അഗ്നിയാണ് ശരിക്കും. പെണ്ണ് അഗ്നിയാകുമ്പോൾ യഥാർത്ഥത്തിൽ സൂക്ഷിക്കണം. അവളുടെ ജീവിതമാകുന്ന തീജ്വാലകൾ ആളിക്കത്തുമ്പോൾ ആ ജ്വാലകൾ ഏറ്റ് നിങ്ങൾ വാടിക്കരിയരുത്. രേണു തളർത്താൻ അനവധി ആളുകൾ ഉണ്ടാവും, പക്ഷെ ആ തളർത്തലുകളെ അതിജീവിച്ച് സ്വന്തം ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയുമാകണമെന്നും പ്രിയ ഓർമ്മപ്പെടുത്തുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയ ഷൈൻ തൻ്റെ എഴുത്ത് അവസാനിപ്പിക്കുന്നത്. കൊല്ലം സുധിയുടെ മരണത്തിൻ്റെ വേദന ഇപ്പോഴും മലയാളികൾക്കിടയിലുണ്ട്. അതിനാൽ സുധിയുടെ മരണശേഷം ആ കുടുംബത്തിന് ഒരുപാട് സഹായ വാഗ്ദാനങ്ങളുമായി നിരവധി പേർ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളുമായും സഹപ്രവർത്തകരുമായും മറ്റുമെല്ലാവരും സഹായവുമായി മുന്നോട്ട് വരികയാണ്. സുധിയുടെ മരണശേഷമായിരുന്നു രേണു സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്നതും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് രേണു സുധിക്ക് കൂടുതലും നേരിടേണ്ടി വരുന്നത്. റീലുകൾ ചെയ്യുന്നതിൻ്റെ പേരിലും മറ്റു പ്രണയരംഗങ്ങൾ അഭിനയിക്കുന്നതിൻ്റെ പേരിലുമാണ് രേണുവിന് കൂടുതലും വിമർശനങ്ങൾ ഉയരുന്നത്. മാത്രമല്ല കടുത്ത രീതിയിലുള്ള ബോഡി ഷേമിംഗ് ആണ് രേണു നേരിടേണ്ടി വരുന്നത്. മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളെല്ലാം രേണു യഥാർത്ഥത്തിൽ അവഗണിക്കുകയാണ്. തൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് രേണു സുധി എന്നും പറയുവാൻ കഴിയും. ഈ സാഹചര്യങ്ങൾക്കിടയിൽ സുധി താരമായിരുന്ന സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടറായിട്ടുള്ള അനൂപ് ജേക്കബ് പറഞ്ഞൊരു കാര്യം വളരെ രീതിയിൽ വാർത്തയായിരുന്നു. രേണുവിന് തങ്ങൾ ജോലി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും എന്നാൽ രേണു നിരസിച്ചിരുന്നുവെന്നുമാണ് അനൂപ് അന്ന് പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെ രേണുവിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരും രംഗത്തെത്തി. ഈ സാഹചര്യങ്ങളിൽ എന്താണ് നടന്നതെന്നത് വ്യക്തമാക്കി താരവും രംഗത്ത് വരികയുണ്ടായിരുന്നു. ഒരു അഭിമുഖത്തിലാണ് രേണു തന്റെ മനസ്സ് തുറന്ന് സംസാരിച്ചത്. അങ്ങനെ ഒരു ഉദ്ദേശത്തിലായിരുന്നില്ല അനൂപേട്ടൻ എന്ന് പറഞ്ഞിരുന്നത്. അക്കൗണ്ടന്റിന്റെ ജോലിയാണ് തനിക്ക് അവർ തന്നിരുന്നത്. പക്ഷെ താൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആണെന്നും തനിക്ക് ഹരിക്കാൻ പോലും അറിയില്ലെന്നും രേണു സുധി തുറന്നു പറഞ്ഞു. അതിനാൽ മാത്രമാണ് ആ ജോലി നിരസിച്ചതെന്നും രേണു സുധി വെളിപ്പെടുത്തി.